സന്തോഷം എന്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷം ഉണ്ടാകില്ല. ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ജീവിക്കാനും കഴിയില്ല. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ചിന്തകളും പ്രവർത്തികളുമാണ് നമുക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നതെന്നറിയാമല്ലോ. കൂടാതെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളും പരിസ്ഥിതിയും അനുകൂലമായാലും നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യും. എന്തിലാണ് സന്തോഷം അടങ്ങിയിരിക്കുന്നത് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ ഇന്ന് നമുക്കറിയാം. അത് കൂടുതലും വിദേശത്തുള്ള ആൾക്കാരാണ്, വിദേശികളാണ്. നമ്മുടെ രാജ്യത്തുള്ള ആളുകളും ഇത്തരം അന്വേഷണങ്ങളുടെ പുറകിലാണ്. അത് മറ്റുള്ളവരെ അനുകരിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓരോന്നിനും സന്തോഷം അന്വേഷിച്ച് നടക്കുന്നവർ പരാജിതരാവുകയുള്ളൂ. അതുപോലെയാണ് ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കുന്നവർക്ക് ഉണ്ടാകുന്നത്. കൂടുതലൊന്നും ആലോചിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നേരവുമില്ല. അവർക്ക് അവരുടെ ജോലി, അവരുടെ വീട്, അവരുടെ കുടുംബം എന്നല്ലാതെ മറ്റൊരു ചിന്തയും ഉണ്ടാകത്തില്ല. ഒരു മനുഷ്യായുസ്സിനിടയ്ക്ക് സന്തോഷവും സുഖവും സമാധാനവും ദുഃഖവും കഷ്ടപ്പാടും മനുഷ്യർ അനുഭവിക്കാറുണ്ട്. എത്രമാത്രം വിഷമങ്ങളാണ് അനുഭവിച്ചു വരുന്നത്. എന്നാൽ ഇതിലൊന്നും മനസ്സിനെ ഉറപ്പിച്ചു നിർത്താതെ ഓരോരുത്തരും അവനവനാൽ കഴിയുന്ന തൊഴിൽ ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യം. കൂടുതൽ ചിന്തിച്ചാൽ ജീവിതത്തിൽ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയത്തില്ല. ആത്മവിശ്വാസത്തോടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വെല്ലുവിളിയും നേരിട്ട് മുന്നോട്ട് പോയാൽ അവിടെ സന്തോഷവും സമാധാനവും ജീവിതത്തിൻ്റെ അർത്ഥവും മനസ്സിലാവും. ശുഭദിനം.